ഹലോ. ഹലോ പറ. ഇതെന്താ നീ വിളിച്ചിട്ടൊന്നും ഒരു മൈൻഡ് ഇല്ലാത്ത ഇപ്പൊ? ആയിരിക്കാം മൈൻഡില്ലാത്ത. ഏട്ടൻ ആയിരിക്കാം. വിളിച്ചപ്പോ എടുത്തില്ല. ഞാൻ വിളിച്ചപ്പോ എടുത്ത്, പക്ഷേ ഒരു മൈൻഡ് ആകുന്നില്ല. ഇപ്പൊ വിളിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ എടുത്തിട്ടില്ലെങ്കിലും ഫോൺ. ഇന്നലെ വിളിച്ചോ നീ? ഇന്നലെ എനിക്ക് സുഖമില്ല. സുഖമില്ലെങ്കിലും വിളിച്ചു പറഞ്ഞൂടെ? കോൾ എടുക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ തീരെ പറ്റാത്തതുകൊണ്ടാണ് എടുക്കാൻ. അതൊന്നും എല്ലാം നിനക്കറിയാം. എനിക്ക് വല്ല ദേഷ്യമായിരിക്കും. എന്തെന്നാന്നറിയാം. വല്ല ദേഷ്യം ഉണ്ടാവോന്ന്? എന്ത് ദേഷ്യമൊന്നുമില്ല. ഞാൻ പിന്നെ നാളെ മുതൽ ഡെയിലി വിളിക്ക്. ഡെയിലി വിളിക്കലുണ്ടല്ലോ ഏട്ടാ. ഒരു ദിവസം കിട്ടുമോ എന്നാ പറയുന്നത്? ഒരു ദിവസം ഞാൻ കാത്തുനിന്നു പോയി, അതുകൊണ്ടാ. പിന്നെ എനിക്ക് ഈ അലർജീന്റെ പ്രശ്നമുണ്ട് ഇപ്പൊ, പൊടി പാറിയിട്ട്. അപ്പൊ അത് മാറുന്നേ ഇല്ല. കാണിക്ക് പോയിട്ട്. കാണിക്കണം. ഇനി എന്തായാലും നാട്ടിൽ വരുന്നില്ലേ, നാട്ടിൽ വന്നിട്ട് പോവാന്ന് വിചാരിക്കുന്നത്. എപ്പോഴാ വരുന്നത്? മറ്റന്നാൾ അറിഞ്ഞിപ്പൊന്നും വരുന്നില്ല. ജനുവരിയിൽ വരുന്നത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഡിസംബർ ആയില്ലേ? ജനുവരിയിൽ വരുന്നുണ്ടോ? ജനുവരിയിൽ വരുന്നുണ്ട്. ലാസ്റ്റിലോ അല്ലെങ്കിൽ ഫസ്റ്റോ? അതൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തില്ലല്ലോ. പിന്നെ പിന്നെ നീ പറ, എനിക്ക് എങ്ങനെയുണ്ട്? സുഖമായോ? സുഖമുണ്ട്. ഫുഡ് കഴിച്ചോ? കഴിച്ചു. ഏട്ടൻ കഴിച്ചോ? ഞാൻ കഴിച്ചില്ല, കഴിക്കണം. ഇന്ന് പുറത്ത് പോയി കഴിക്കാന്ന് വെച്ചു. പിന്നെ പറ. എന്താ? പിന്നെന്താ പറ. ഏട്ടന്റെ ഫ്രണ്ട്സ് ഒന്നും വരത്തില്ലേ റൂമില്? വരുന്നുണ്ടല്ലോ. എന്തേ? അല്ല, ചോദിച്ചു. പിന്നെ ഏട്ടന് ഇത്രയും നല്ലൊരു ഇതുണ്ടായിട്ട് എന്തുണ്ടായിട്ട്? എല്ലാം ഒറ്റക്കൊരു റൂം എല്ലാം ഉണ്ടായിട്ട് ഫ്രണ്ട്സ് ഒന്നും ഇങ്ങനെ വരാണ്ട്. അതിനെന്താ? അല്ല, വരാണ്ട് എന്ന് പറഞ്ഞതാ. എല്ലാവർക്കും പണിയല്ലേ, അതുകൊണ്ടല്ലേ. ഏട്ടാ, ഇത്രയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? എന്ത്? ഒരാള് ഉണ്ട് ഏട്ടന്റെ ചങ്ങായി എന്നല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വേറെ ആരെപ്പഴും പോവില്ലാന്ന്. ഇപ്പം കൊറേ ആയില്ലേ ഞാൻ ആരെപ്പഴും പോക്കില്ല. എന്തോ ഒരു വല്ലാത്തൊരു എവിടെയും പോയാലോ എന്ന് വിചാരിക്ക. എവിടെ പോയാലോന്ന്? എങ്ങനെ പോയാലോന്ന്? വേറെ ആളെ പോലെ പോയാലോന്ന്? ആരെങ്കിലും? അതിനോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ, എനിക്ക് അവൻ്റെ കൂടെ പോകണ്ടെങ്കിൽ പൊക്കോന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവനല്ല, ഏട്ടനിപ്പൊ പറഞ്ഞില്ലേ പറഞ്ഞ ആളെ കാര്യം. അയാളെ കൂടെ പോയാലോ? അന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്റെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞല്ലേ. അതെ, എനിക്ക് ഏട്ടൻ ഇഷ്ടമാണോ ഇപ്പം അതിന്? തന്നെ പറയണേ. ഇഷ്ടം അതല്ല ഇപ്പൊ ചോദിക്കുന്നേ. ഏട്ടൻ വിളിച്ച് സംസാരിക്കുവോ? ഞാൻ സംസാരിക്കാം, പക്ഷെ അവൻ നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ ചെറിയ പയ്യന്റെ ഇതിലൊന്നുമില്ല. അവൻ ഏകദേശം എന്റെ ഏജാ. എനിക്ക് കുഴപ്പമില്ല, നോക്കട്ടെ. അതും അവൻ ഇങ്ങനെ ഈ ഒരു ഇതുമായി നടക്കുന്ന ആളൊന്നുമല്ല. അവന് കല്യാണം കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞതാ. ഇപ്പം പറഞ്ഞാ വരൂലേ? ഞാൻ അന്ന് അവനോട് ആദ്യം ഇതിനെ പറ്റി ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, എന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു. അവനിത് കേട്ടപ്പോ എന്തോ ഒരു അത്ഭുതം.
കാരണം എന്താ വെച്ചാ ഇപ്പൊ എന്റെ ഒരു പ്രായമുള്ള ഒരാൾക്കൊന്നും ഇതൊന്നും കേൾക്കുമ്പോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലേ? ഇതൊന്നും എനിക്കറിയായിരിക്കുമല്ലോ. ഉം. അപ്പൊ അത് കേട്ടപ്പോ അന്ന് ശരിക്കും പറഞ്ഞത് തരിച്ച രീതിയുണ്ട്. കാരണം അവൻ നിന്നെ അങ്ങനെ കണ്ടില്ല. എന്തായാലും ഒന്ന് ചോദിക്ക്. അത് കഴിഞ്ഞിട്ട് പറ്റില്ലെങ്കിൽ വേറെ അധികം നോക്കാം. അവന് വേറെ കുഴപ്പമൊന്നുമില്ല. അവൻ എപ്പോഴും റെഡി. എന്താ നീ നാളെ പോന്നോ? ചേട്ടാ സീരിയസ് ആയിട്ട് പറയുന്നത്? സീരിയസ് ആയിട്ട് പറയുന്നേ? നാളെ വേണ്ട, ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല തീരെ. എനിക്ക് വിശ്വാസമുള്ള ഒരാളെ അതിനെന്താ പ്രശ്നം? എനിക്ക് വിശ്വാസമുള്ള ഒരാളെ അതെന്റെ കൂട്ടുകാരനാടി. മറ്റൊരാൾക്ക് പറഞ്ഞതിന് ഓർമ്മയുണ്ട്. അവൻ കല്യാണത്തിൽ ഉണ്ടായിരുന്ന വീട്ടിലൊന്ന് പറ. അത് ഞാൻ പറയാം. എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തേ പറയാളെന്ന് പറഞ്ഞോണ്ടായിരിക്കും. ആ ഈ സാചന അങ്ങ് പെട്ടെന്ന് പറയുന്ന എനിക്ക് അറിയില്ല. പക്ഷെ അവൻ നിന്നെ ഒരു പെങ്ങളെ പോലെ കണ്ടേ. എന്നാ വേണ്ട. ഏയ് അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചെന്ന് വെച്ചാ, ഞാൻ ഒരു കാര്യം പിന്നെ വിചാരിച്ചപ്പോ, നീ മാത്രല്ലേ പോയി ഇങ്ങനെ പോകുന്നുള്ളൂ. നീ എന്നോട് പൊക്കോ എന്ന് പറയാറുണ്ടല്ലോ. ആ അപ്പൊ ഞാൻ വിചാരിച്ച് ഇപ്പൊ നമ്മളെപ്പോലെ ആഗ്രഹിക്കുന്ന വേറെ ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒന്ന് രണ്ടാൾക്കാരെ അറിയാം എനിക്ക്. അപ്പൊ ഞാൻ അവരത് അറിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചത്, ഞാനങ്ങനെ നമ്മളതും അങ്ങനെ കൊണ്ടുപോവാന്ന് വിചാരിച്ചേ. തണുപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോ അവരോട് ചോദിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങോട്ട് അവരപ്പുറം മാറിയിട്ട് നാട്ടിൽ വന്നിട്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതിയെ. പിന്നെ നിനക്കൊക്കെയാണോ ഇല്ലയോ എന്ന് അറിയാത്തോണ്ട് ഞാൻ പിന്നെ ഒന്ന് ചോദിക്കാന്. ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇത്രയും ചെയ്യാം, പിന്നെ അതാണോ ഇത്ര വലിയ കാര്യം? പിന്നെ ഏട്ടനും ഇല്ലെന്ന് വെച്ചിട്ട് അല്ല, നീ ഇങ്ങനെ മാറും എനിക്കറിയില്ല. അങ്ങനെയാണെ ഞാനത് നോക്കിട്ട് ഞാൻ പറയട്ടെ നോക്കിട്ട്. കാരണം ഇതൊന്നും വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. ഒരു ജീവിതമല്ലേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക, പോവുക. അല്ല ഒരു കാര്യം, ഞാൻ പിന്നെ നീ ഉണ്ടാവുമ്പോ എനിക്ക് നേരിട്ട് കാണുകയും ചെയ്യാം, എനിക്കും നേരിട്ട് കാണാമായിരുന്നു. രണ്ടാൾക്കും ഒരേ സമയം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആവശ്യപ്പെട്ട് ചെയ്യാം. അതുകൊണ്ടാ. നീ പറ. മനസ്സിലായി. പറ. അല്ല അത് വേറൊന്നുമില്ല. അത് പിന്നെ ഞാൻ കുറച്ച് ദിവസം ബാംഗ്ലൂരിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് അമ്മ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂർ. അപ്പൊ അവളുടെ കല്യാണം അപ്പൊ ഇന്നാ വിളിച്ചത്. അപ്പൊ അതെന്താ വെച്ചാൽ അവര് ഹിന്ദിക്കാരാണ്. അപ്പൊ ഒരു 4-5 ദിവസം നീണ്ടിരിക്കുന്ന കല്യാണം അവരത്. അപ്പോൾ പറഞ്ഞ് കുറച്ച് ദിവസം മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുന്നിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാ. ഇത് ഞാനിങ്ങനെ ഒരാളെ പറ്റി ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. നീ പറഞ്ഞു. ഏട്ടനെ അറിയായിരിക്കും. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിനി, ഏട്ടന് ഓർമ്മയില്ല എനിക്കാ. പണ്ടൊരിക്കൽ പറഞ്ഞു പറഞ്ഞാ നിങ്ങൾ എവിടുന്ന പരിചയപ്പെടുന്ന? അത് പിന്നെ ഞാൻ പണ്ടൊരു ഇത് പഠിച്ചിരുന്നു നാട്ടിലൊരു 1 year കോഴ്സ് പുറത്ത് പഠിച്ചിരുന്നു. ഫാഷൻ ഡിസൈനിങ്ങിന്റെ കല്യാണത്തിന് മുമ്പ്. അപ്പൊ അവിടെ ഇവള് പഠിച്ചതാണ്.
അപ്പൊ ഇവള് പെട്ടെന്ന് മോഡലിംഗ് ഇത് എന്നെല്ലാം പറഞ്ഞോണ്ട് ഇവള് പെട്ടെന്ന് പോയി അവിടെ നിന്ന്. ഇവിടെ 35 നമ്മളന്ന് വയസ്സിലാണോ നല്ല കല്യാണം കഴിക്കുന്നത്? ബന്ധം ഉണ്ടായിരുന്നു. ഓ, ഇവിടെ 35 വയസ്സിലാകോ കല്യാണം കഴിക്കുന്നേ? അവൾക്ക് കുറച്ച് ഏജ് കുറവാ, എൻ്റെ അത്രയും ഇല്ല. അവൾക്ക് 30 വയസ്സേ ഉള്ളൂ. അത് ശരി. പിന്നെ അവളുടെ പേരെന്താ? വീട്ടിലായി നടക്കുമ്പോ ദീപ്തി. എന്താ DPO? ദീപ്തി. ദീപ്തി. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടനടുത്ത് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പൊ നീ മാത്രമേ ഉള്ളൂ? ആ, ഇവിടുന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അവൾക്ക് ഞാനുമായിട്ട് മാത്രമേ അത്ര നല്ല കോണ്ടാക്ട് ഉള്ളൂ മലയാളീസില്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാ എപ്പോഴാ കല്യാണം? എപ്പോഴാ കല്യാണം? ഇത് ഡിസംബറില്. ഡിസംബർ എപ്പോ? അവളെന്റെ അടുത്ത് ഒരു 15 വരാനാ പറഞ്ഞത്. ഡിസംബർ 15 എന്ന് പറഞ്ഞാൽ ഇനി 4 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ നീ എത്ര ദിവസം കഴിഞ്ഞാ വരുവോ പോയിട്ട്? ഒരു 6-7 ദിവസം കഴിഞ്ഞ് വരും. ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ലല്ലോ കേട്ടോ, ഞാൻ ചോദിച്ചിട്ടുമില്ല ഇതുവരെ. വീടെല്ലാം അടച്ചിട്ടിട്ട് അമ്മേനെ മനസ്സിലാക്കട്ടെ. അമ്മേനെ വീട്ടിലെടുത്താക്കി കൂടെ? തീരെ ഒഴിവാക്കാൻ പറ്റില്ല. അല്ല, നിനക്ക് ഒറ്റക്ക് പോകാനല്ല അറിയോ ഇത്ര ദൂരം? അതെല്ലാം എനിക്കറിയാം. ഞാൻ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാ പോവോ? ട്രെയിനിലോ? അല്ല, ബസ് ഉണ്ടാവും ഇവിടുന്ന്. എന്നാലും ഒറ്റക്ക് പോവാന്ന് പറഞ്ഞാ അതൊന്നും കുഴപ്പമില്ല, തനിക്കറിയാം പോകാൻ. ചേട്ടൻ പറഞ്ഞാല് സമ്മതിക്കോ? സമ്മതിക്കുമെന്ന് ചോദിച്ചാ വേറെ പ്രശ്നമൊന്നുമില്ല. നീ എങ്ങനെ പോയി വരും എന്നുള്ള ആലോചിച്ചിട്ട് കിട്ടും. ഒരൊറ്റ കാര്യം, ശ്രദ്ധിച്ച് പോവുകയും വരികയും ചെയ്യാം. എനിക്ക് എപ്പോഴും എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നറിയാലോ. ഞാൻ ശ്രദ്ധിച്ചു പോയിക്കോളാം. ഞാൻ വീട്ടിൽ നിന്ന് പറയട്ടെ അവളടുത്ത്.